ഹായ് ഫ്രണ്ട്സ്, ഞാൻ പൈക്കോ ഡിസോർഡറിന്റെ രണ്ടാം ഭാഗമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പൈക്കോ ഡിസോർഡർ ഉള്ളവർ പല അൺയൂഷ്വൽ ആയിട്ടുള്ള വസ്തുക്കളും കഴിക്കാറുണ്ടല്ലോ. അതിൽ തലമുടി കഴിക്കുന്ന രോഗാവസ്ഥയെ നമ്മൾ റപ്പൻസൽ സിൻഡ്രം എന്ന് പറയും. ചൈനയിലെ ലുയാങ് എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ഹിനൻ എന്ന് പറയുന്ന പ്രൊവിൻസിലാണ്, 12 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ അമ്മ ഒരു ദിവസം ഈ കുട്ടി തലമുടി കടിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചു. എങ്കിലും അത് നെഗ്ലക്ട് ചെയ്തു. പിന്നീട് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി അമ്മയ്ക്ക് മനസ്സിലായി. അവന്റെ തലയിലെ നീളമുള്ള മുടികളൊന്നും കാണാനില്ല. മാത്രമല്ല, തിക്നെസ്സും കുറഞ്ഞു. കുട്ടിക്ക് ആഹാരത്തോടൊരു മടുപ്പ്, വയറുവേദന, ക്ഷീണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടായി. ഈ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? ഹിനലിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ സർജന്റെ വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം, അതായത് CT സ്കാനിന് ശേഷം സർജറിയും ചെയ്തു. പ്രശ്നം എന്തെന്നറിയുമോ? 200 ഗ്രാമോളം വരുന്ന ഒരു ഹെയർ ബാൾ, അതായത് 1/2 കിലോയോളം വരുന്ന ഹെയർ ബാള് തലമുടിയുടെ ചെട പോലെ ഉരുണ്ടിരുന്ന തലമുടിയുടെ ഉരുണ്ട അതിന്റെ ആമാശയത്തിനകത്ത് ഉണ്ടായിരുന്നു. അതൊന്ന് പുറത്തെടുത്തു കേട്ടോ. അതിന്റെ ആകൃതിയും ആമാശയത്തിന്റെ ആകൃതിയായിരുന്നു. ഇത് പൈക്കോ ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയായിരുന്നു. ഇതിന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാല് കരിക്കട്ട, കളിമണ്ണ്, തലമുടി എന്നിവയായിരുന്നു. ഇത് 75% ബിഹേവിയറൽ പ്രോബ്ലമാണ്. നാം ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയും പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിങ്ങും ഗൈഡൻസും നൽകുകയും വേണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ പാരന്റ്സും ടീച്ചേഴ്സും കുടുംബത്തിലെ മുതിർന്നവരും ഒക്കെ അലേർട്ട് ആയിരിക്കണം. ഒന്നുകൂടി ഞാൻ പറയാം, we should pay keen and close attention to this type of children.